ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 2x dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3. ഇതെങ്ങനെ ചെയ്യാം? പോളിനോമിയൽ ബൈ പോളിനോമിയൽ. ശരിയാണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം. ശരിയാണ്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവാണ് ന്യൂമറേറ്ററിൻ്റെ പവർ. ഇത് ഓപ്പൺ ചെയ്താൽ എക്സ് റേസ്ഡ് 4 അല്ലേ വരാം. അതിനേക്കാളും കുറവ് പവറാണല്ലോ മോളിൽ എക്സ്. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിച്ച ടൈപ്പിലല്ല ഇതിപ്പോൾ. നമ്മൾ പഠിച്ച ടൈപ്പ് 1 എങ്ങനെയായിരുന്നു? രണ്ട് ഫാക്ടേഴ്സും എക്സിൻ്റെ ടേമിലായിരുന്നു അല്ലേ? അല്ല എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നോ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. എക്സ് സ്ക്വയറിൻ്റെ ടേമിലാണ് ഇതിപ്പോൾ ഉള്ളത്. എക്സിൻ്റെ ടേമിലായിരുന്നെങ്കിൽ നമുക്ക് ടൈപ്പ് 1 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ എക്സ് സ്ക്വയറിന് നമുക്ക് അതുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്താലോ? എക്സ് സ്ക്വയറിന് ഞാൻ ടി എന്ന് കൊടുത്താലോ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലേ? വേരിയബിൾ മാറുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എക്സ് സ്ക്വയർ റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് എക്സ് സ്ക്വയറിന് ടി കൊടുത്താൽ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആർക്കാണോ ടി കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് അവിടെ സെപ്പറേറ്റ് ഉണ്ടാവണം. അതുണ്ടല്ലോ. എക്സ് സ്ക്വയറിന് ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അതവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയറിന് ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് 1 ഫോമിൽ വരും. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ടൈപ്പ് 1 ആവും മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് സ്ക്വയറിന് ടി കൊടുക്കാം. എക്സ് സ്ക്വയറിന് ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് എന്തായി മാറും? ഡി ടി ആയി മാറും അല്ലേ? എന്താണോ ടി കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് ഡി ടി ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ന്യൂമറേറ്റർ 2x dx ആണ് അല്ലേ? അത് ഡി ടി അല്ലേ? ഡി ടി എന്നുള്ളത് 1 ഇൻറ്റു ഡി ടി എന്ന് എഴുതാമല്ലോ. 2x dx ഡി ടി ആണ്, അഥവാ 1 ഇൻറ്റു ഡി ടി. താഴെ എക്സ് സ്ക്വയർ എന്നുള്ളത് ടി ആണ്. ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ഇപ്പോൾ അറിയാമല്ലോ, സ്ക്വയറൊന്നും ഇല്ലാത്ത രണ്ട് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. 1/t+1 ഇൻറ്റു ടി പ്ലസ് 3 എങ്ങനെ എഴുതാൻ പറ്റും? a/ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b/ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതാം. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്നത് ഇനി അറിയാമല്ലോ. ഇത് നമ്മൾ കുറേ ചെയ്തതാണ്. റൈറ്റ് സൈഡ് ആഡ് ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. a ഇൻറ്റു ടി പ്ലസ് 3 പ്ലസ് b ഇൻറ്റു ടി പ്ലസ് 1 വരും ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ. a ഇൻറ്റു ടി പ്ലസ് 3 പ്ലസ് b ഇൻറ്റു ടി പ്ലസ് 1. ലെഫ്റ്റ് സൈഡിൽ 1 ആണ്. റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കാം. ടി പ്ലസ് 3 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. ഇതിനെ 0 ആക്കാൻ പറ്റും. എങ്ങനെ? ടിക്ക് -3 കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിക്ക് -3 കൊടുക്കാൻ പോവാണ്. ഇത് 0 ആയി പോവും. b ഇൻറ്റു -3 പ്ലസ് 1 ആവും. -3 പ്ലസ് 1 അത് -2 ആണ്. b ഈക്വൽ ടു 1/-2 ആവും അല്ലേ? 1/-2 ഓർ -12. ടിക്ക് -3 കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ടി പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ടി പ്ലസ് 1നെ 0 ആക്കാൻ വേണ്ടി ടിക്ക് -1 കൊടുക്കാം. ടി പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് 0 ആക്കാൻ വേണ്ടി ടിക്ക് -1 കൊടുത്തു. a ഇൻറ്റു ടിക്ക് -1 കൊടുത്താൽ ടിക്ക് -1 ആണ് കൊടുക്കുന്നത്. ഇത് 0 ആവാൻ വേണ്ടിയേ. -1 പ്ലസ് 3 -1 പ്ലസ് 3 2 ആണ്. ഇവിടെ ടിക്ക് -1 കൊടുത്തപ്പോൾ ഇത് 0 ആയി പോയി. റൈറ്റ് സൈഡ് 1 തന്നെയാണ്, ഫിക്സ്ഡ് ആണ്.
അപ്പോൾ എ ഈക്വൽ ടു 1/2 കിട്ടും. എ ഇൻറ്റു 2 ഈക്വൽ ടു 1 ഓർ എ ഈക്വൽ ടു 1/2. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? നമ്മളിവിടെയല്ലേ എഴുതി നിർത്തിയിരുന്നത് അല്ലേ? അതിൽ ആ 1/t+1 ഇൻറ്റു t+3 എങ്ങനെ എഴുതാൻ പറ്റും എന്നാ പറഞ്ഞേ? a/t+1 പ്ലസ് b/t+3. എ എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. 1/2/t+1. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -½ ആണല്ലോ. -½ ഡിവൈഡ് ബൈ t+3 dt എന്ന് വരും. പാർഷ്യൽ ഫ്രാക്ഷനാക്കി മാറ്റി 1/2 മാറ്റി നിർത്താം. കോൺസ്റ്റൻറ്റ് 1/t+1 ഇൻ്റഗ്രൽ അറിയാമോ? log t+1. അടുത്തതിൽ -1/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തോട്ട് എടുക്കുക. 1/t+3 അതിൻ്റെ ഇൻ്റഗ്രൽ log t+3 ആണ്. പ്ലസ് സി ഇങ്ങനെ വരും. 1/2 ഇത് രണ്ടിലും കോമൺ അല്ലേ? 1/2 നമുക്ക് പുറത്തോട്ട് എടുക്കാം. 1/2 ഇൻറ്റു log t+1 മൈനസ് log t+3. മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പറയണ്ടല്ലോ log a മൈനസ് log b ആണതല്ലേ? log a മൈനസ് log b. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a/b അല്ലേ? അപ്പോൾ log t+1/t+3. log a മൈനസ് log b log a/b എന്ന് എഴുതി. ഇത് 1/2 ഇൻറ്റു log ടി എന്തായിരുന്നു? ടി ഓർമ്മയുണ്ടോ? ടി x² ആയിരുന്നു. ടിക്ക് പകരം x² എഴുതണം. x² പ്ലസ് 1 താഴെ ടിക്ക് പകരം x² എഴുതി. പ്ലസ് സി. ഇതാണ് ആൻസർ.